നമ്മുടെ ഫുഡ് ആഫ്രിക്കക്കാർ കഴിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നിങ്ങൾക്ക് അറിയോ? ഇതിപ്പോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അന്ന് ഈവനിങ് ടൈം കളിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ചേട്ടായി ഓഫീസ് കഴിഞ്ഞ് വന്നത്. അപ്പോൾ തന്നെ ചേട്ടായി പോയിട്ട് അപ്പുറത്ത് കുറേ മാങ്ങ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് മതിൽ നിന്ന് കയറി പൊട്ടിച്ചിട്ട് ഞങ്ങൾ ഉപ്പും മുളകിട്ട് കഴിക്കുന്നത് കഴിഞ്ഞാൽ നമുക്കും പിള്ളേർക്കൊക്കെ ഇഷ്ടമാട്ടോ അത്. അപ്പോൾ അത്യാവശ്യം പുളിയൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ഇതിന്റെ ഭയങ്കര പ്രാന്തമുള്ള ആളെ ഉപ്പും മുളകിട്ട് കഴിക്കാത്തതാണ്. അപ്പോൾ ഇവിടെ ഈ മാങ്ങ കിട്ടുന്നത് കാരണം ഈ മാങ്ങാലാകുമ്പോൾ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ചതച്ചോ അല്ലെങ്കിൽ ഇതുമാതിരി അരിഞ്ഞ ഉപ്പും മുളകിട്ട് നമ്മൾ കഴിക്കും കേട്ടോ. അപ്പം നമ്മുടെ പിള്ളേർക്ക് എല്ലാവർക്കും കൊടുത്തു കേട്ടോ. അപ്പം നമ്മൾ കോങ്കോളി പിള്ളേർക്ക് ഞാൻ ഇങ്ങനെ കൊടുക്കണ്ടേ എന്നുള്ള രീതിയിലായിരുന്നു. കാരണം ഇവിടുത്തെ ആൾക്കാർ ഒട്ടും എരിവ് കഴിക്കില്ല കേട്ടോ. അതാണ് പ്രധാന കാരണം. അപ്പം നമ്മൾ ഇതിൻ്റെ ഇടയിൽ എമേറിയൊക്കെ വന്നിട്ട് അവന് വേണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ എമേറിയൊക്കെ ചെറിയ കുട്ടിയാണ്, ഒരു 5-6 വയസ്സുള്ള കുട്ടിയാട്ടാ. അവൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവ എരിവ് കഴിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളത്. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ചെറുക്കനെ കാണാനില്ലേ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നെഞ്ചത്ത് അടിയായി ചാട്ട ഇതായി. അപ്പോഴേ നമുക്ക് മനസ്സിലായി അവനെ ഒട്ടും പറ്റുന്നില്ല. കാരണം അത്ര വലിയ എരിവൊന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പോലും ഈ എരിവ് അവന് പറ്റില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ബ്ലഷ് വന്നത്. അപ്പോൾ ബ്ലഷ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ദേ കുറച്ച് ഉപ്പും മുളക് കിട്ടാൻ മാങ്ങയാണ്, നീ കഴിച്ചു നോക്കുമെന്ന് പറഞ്ഞു. പിന്നെ എന്താ സംഭവിച്ചത് നിങ്ങൾ കണ്ടോ കേട്ടോ. അവളോട് ഞങ്ങൾ പറയുന്നത് ഇത് നമ്മൾ ഇന്ത്യക്കാർ കഴിക്കുന്ന സാധാരണ ഒരു എരിവാണ്, ഇതിനേക്കാളും എരിവുള്ള ഫുഡാണ് നമ്മൾ കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവള് വളരെ ഞെട്ടലോടുകൂടി ദൈവമേ ഇതാണോ നിങ്ങൾക്ക് എരിവ് കുറഞ്ഞ ഒരു ഫുഡ് എന്നുള്ള രീതിയിൽ. കാരണം അവർക്ക് ഇത് പറ്റില്ല. കാരണം ഇവർ ഒട്ടും എരിവ് കഴിക്കാത്ത ആൾക്കാരാണ്. അപ്പം ശരിക്കും നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇവർ ഏത് വഴിക്ക് ഓടാന്ന് പറയാൻ പറ്റില്ല കേട്ടോ.